ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ചാലഞ്ചിൻ്റെ 14th ഡേ ആണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഹോട്ട് വാട്ടർ കുടിച്ചു, പിന്നെ ഓട്സ് കുടിച്ചു. അതെല്ലാം കഴിഞ്ഞ് ചേഞ്ച് ചെയ്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവളുടെ വാവേൻ്റെ പാലുകുടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ പിന്നെ ആ ചടങ്ങിന് പോയതായിരുന്നു. അവിടെ ഓൾറെഡി ഒരു ഫ്രണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു, ദേ ഷെൽസി. അത് കഴിഞ്ഞ് ഞാൻ വാവനെ എടുത്ത് കുറച്ച് കളിപ്പിച്ചു. പിന്നെ ആൾ ഭയങ്കര ഉറക്കക്ഷീണത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ നിന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് അമ്മയും മോൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ദേ കണ്ടില്ല എൻ്റെ കുഞ്ഞാവ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്മാരെത്തി. പിന്നെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ചോറായിരുന്നു. ഞാൻ കുറച്ച് ചോറേ കഴിച്ചുള്ളൂ. എന്നിട്ട് എന്തൊരു വിശപ്പായിരുന്നു അറിയോ. ഇനിയും വാങ്ങണം എന്ന് തോന്നി, പക്ഷെ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ സൈഡിലുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ എടുത്ത് കുറച്ച് കഴിച്ചു നല്ലോണം. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെയും ഈ സെയിം ഫംഗ്ഷൻ തന്നെയായിരുന്നു കേട്ടോ. ഈ വാവേൻ്റെ പാൽക്കുടിയായിരുന്നു. വാവ നല്ല ഉറക്കായിരുന്നു ഞങ്ങൾ എത്തിയപ്പം. പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് എനിക്ക് വേണ്ടായിരുന്നു, പക്ഷെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ കുറച്ച് കഴിച്ചു. ബാക്കി ഞാൻ വേസ്റ്റ് ചെയ്തു. സങ്കടമുണ്ട്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോയി റൂമിൽ. നല്ല രസമുണ്ടായിരുന്നു ഈ ഊഞ്ഞാല. ഞങ്ങൾ രണ്ടുപേരും കുറേ അതിലിരുന്ന് ആസ്വദിച്ചു. അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കൃഷ്ണപ്പരുന്ത്. പിന്നെ കുറച്ചുകൂടി കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചു നിന്ന് പിന്നെ അടുത്തത് നേരെ പാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ സ്പീക്കറിൽ പാട്ടെല്ലാം വെച്ചു. ഞങ്ങൾ കുറേ നേരം അടിച്ചു പൊളിച്ചു, കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഞാൻ ഈ ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ എൻജോയ് ചെയ്ത് ജോളി അടിച്ച് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ മെല്ലെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ വെങ്ങാലി എലത്തൂരുള്ള ജെട്ടി പാർക്കിലേക്ക് പോയി. നല്ലൊരു പാർക്കായിരുന്നു കേട്ടോ അത്. ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ ചെറിയൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവർ കളിക്കണത് കണ്ട് ഞങ്ങൾ കളിയാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കയറിയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക്. അങ്ങനെ അഖിലേനെ ഡ്രോപ്പ് ചെയ്ത് അവളോട് ടാറ്റ ബബായി ഒക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഇറങ്ങി അവരോടൊക്കെ ടാറ്റ ബബായി ഒക്കെ പറഞ്ഞു. വീട്ടിലെത്തി സാലഡൊക്കെ കഴിച്ചു. പിന്നെ മെല്ലെ കിടന്നു. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു. അപ്പം ശരി, ബായ്, നാളെ കാണാം.